പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ളവർ അഥവാ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു എന്നറിയപ്പെടുന്ന അതിന്റെ അസ്വസ്ഥതകളും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മലബന്ധമാണ്. മലബന്ധം തടയാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. പരിപ്പ് വർഗ്ഗങ്ങൾ, ലെഗ്യൂംസ്, ലെന്റിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നട്ട്സിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നട്ട്സിൽ തന്നെ പ്രധാനമായും ആൽമണ്ട്സ്, ബദാം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ കഴിക്കുന്ന അരിയിൽ ബ്രൗൺ റൈസ്, മട്ട അരികൾ തന്നെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഹോൾ ഗ്രെയിൻസ് ആണ് നമുക്ക് ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ളത്. പോളിഷ്ഡ് ആയിട്ടുള്ള നമ്മൾ സാധാരണ വെച്ചുകൊണ്ടിരിക്കുന്ന വെള്ളരികളൊന്നും ഫൈബേഴ്സ് ഒട്ടും അടങ്ങിയിട്ടില്ല. സോ ബ്രൗൺ റൈസിലേക്ക് മാറുക. വെജിറ്റബിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇലക്കറികളിൽ നന്നായിട്ട് ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വാഴക്കൂമ്പ്, വാഴത്തണ്ട ഇത്തരത്തിലൊക്കെ ഫൈബേഴ്സ് നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിളും പേരക്കയാണ്. നമ്മൾ ഈ ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അതിന് കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യാനും അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ വയറിലുണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. ഫൈബേഴ്സ് കണ്ടന്റും അതുപോലെ തന്നെ വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡാണ് കുക്കുംബറും വാട്ടർമെലണും. അപ്പം നമുക്ക് ഡെയിലി കുക്കുംബറോ വാട്ടർമെലണോ ഒക്കെ നമുക്ക് കഴിയുന്നതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പൈൽസിന്റെ ബുദ്ധിമുട്ടായിട്ടുള്ള വളരെ വേദനയും ബ്ലീഡിങ്ങും ചൊറിച്ചിലുണ്ടാവാം ചില ചിലർക്ക് നീറ്റലോ പുകച്ചിലൊക്കെ ആയിട്ട് വരാം. വയറ്റിന്ന് പോകാനുള്ള പ്രയാസം ഉണ്ടാവും. ചിലർക്ക് നന്നായിട്ട് വയറ്റിന്ന് പോകും. പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥത, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഫോളോ ഫോർ മോർ.